ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൊതിപ്പിച്ച് കൊല്ലും. കാര്യം എന്താണെന്നോ, ഞങ്ങൾ പോയിട്ടത്തെ ഒരു ഉഗ്രൻ മസാല ദോശ കഴിച്ചു. കൊതി വന്നില്ലേ? ഈ മസാല ദോശയോടൊപ്പം ചുവന്ന നിറമുള്ള ഒരു പുളിയുള്ള ചട്നി ഉണ്ടായിരുന്നു. പിന്നെ വെള്ള നിറമുള്ള വൈറ്റ് നിറമുള്ള ഒരു തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു, പുളിയില്ലാത്തത്. കൂടാതെ ഉണ്ടല്ലോ ഈ ചുമന്ന ഉള്ളി ഉണ്ടല്ലോ, സവാള, റെഡ് ഓണിയൻ, അതിന്റെ ഒരു സാലഡും സാമ്പാറും. എന്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ചുവന്നുള്ളി സാലഡ് മസാല ദോശയോടൊപ്പം. സാധാരണ നമ്മൾ ഈ ചുവന്നുള്ളി സാലഡ് കഴിക്കുന്നത് എപ്പോഴാ? കട്ട്ലറ്റിന്റെ കൂടെയാണ് അല്ലേ? കൊടുത്തിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതും എല്ലാം അങ്ങനെയാണ്. ഇതിപ്പോ മസാല ദോശയുടെ കൂടെ ഈ ചുവന്നുള്ളി സാലഡും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സൂപ്പർ മസാല ദോശ. അപ്പൊ ഇത് എവിടെ നിന്നാണെന്നറിയാം കഴിച്ചത്? അതാണ് ഇതിന്റെ പ്രസക്തി. റെസ്റ്റോറന്റിന്റെ പേരാണ് എന്റെ അമ്മ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. ഇത് എവിടെയാണെന്ന് അറിയാമോ? ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തിന് വരുമ്പോ MC റോഡ് വഴി വരുവാണേ. അപ്പൊ മാതാ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. ഞാൻ ഇന്ന് എന്നെ അടുത്ത് ഉള്ള ധൈര്യത്തിന് ഞാൻ റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറന്റിൽ തന്നെ അങ്ങ് കയറി. ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ള റെസ്റ്റോറന്റിൽ കയറാനാണ് പ്രിഫർ ചെയ്യുന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന്റെ കഥയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിവേ, ഈ പ്രാവശ്യം ഞാൻ റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറന്റിൽ തന്നെ കയറി. വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണിത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ഉഗ്രനൊരു റെസ്റ്റോറന്റ് ആണിത്. പുതുതായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അധികം ഇതില്ല, പാർക്കിങ്ങിന് അത്യാവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വെരി ക്ലീൻ ആൻഡ് ടൈഡി. നല്ല നമുക്ക് അവിടെ ചെന്നിരുന്ന് കഴിക്കാനായിട്ട് നല്ല ഒരു ഫീലാണ് തരുന്നത്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ ചൂരൽ കസേരയാണ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നമ്മുടെ അമ്മ വീട്ടിലൊക്കെ, ഇപ്പോഴല്ല, കുറെ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു ചൂരക്കസേര. ഇങ്ങനെ നെയ്തുണ്ടാക്കി അതുപോലത്തെ കസേരകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നല്ലൊരു ഫീല് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ വാഷ്റൂം ഉഗ്രനാണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കുന്ന വാഷ്റൂമും ഉണ്ട്. അപ്പൊ നമ്മൾ യാത്രയൊക്കെ ചെയ്തേ, ഇപ്പം എറണാകുളത്തു നിന്നൊക്കെ വരുന്ന വഴിയോ അല്ലെങ്കിൽ ദൂരയാത്രയ്ക്കൊക്കെ പോവുകയൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാവുന്നതാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ 3 മണി കഴിഞ്ഞു കഴിയുമ്പോൾ പല സൈസിലുള്ള ദോശകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്റെ എല്ലാം പേരറിയത്തില്ല. എന്റെ സിസ്റ്ററൊക്കെ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് അത്. 3 മണി ആയില്ലായിരുന്നു, അതുകൊണ്ട് മസാല ദോശയാണ് കഴിച്ചത്. അത് കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് പല സൈസിലുള്ള ദോശകൾ അവിടെ ഉണ്ട്, വെരി ഫേമസ് ഫോർ. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം നല്ല ഹൈജീനിക് വേയിലാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്, അതിലൂടെ നമുക്ക് കിച്ചൺ എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാം മുടി നെറ്റ് കൊണ്ട് കവർ ചെയ്തുകൊണ്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് പോലും. വാവ്, വെരി ഇംപ്രസീവ്. എനിവേ, ഭയങ്കര നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. കൊതി വന്നില്ലേ? മലയാളി മസാല ദോശ എന്ന് പറഞ്ഞാൽ തന്നെ നോസ്റ്റാൾജിയാണ് അല്ലേ? അപ്പം നിങ്ങൾ ഇതുവഴി എങ്ങാനും പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കഴിച്ചതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.